10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങള്. അല്ലാഹുവേ, 8 വയസ്സ്, 6 വയസ്സ്, 3 വയസ്സെന്നൊക്കെ ചരിത്രം പറയുന്നു. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു മക്കളാ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ആ മക്കളുടെ മുന്നിൽ ചെന്നിട്ട്, മോനെ, നിന്റെ വാപ്പ മരിച്ചടാ എന്ന് പറയാ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. സ്വഹാബികൾ മുഴുവനും മുത്തുനബിയോട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, പോയി പറയണമല്ലോ, നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബ, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് മരണവാർത്ത പറയാ. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ആ വീട്ടിൽ നടക്കുന്ന രംഗം എന്തെന്നറിയോ? 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു പുതിയ വസ്ത്രവും കൊടുത്തിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. യുദ്ധം ജയിച്ചിട്ട് വരുന്ന ഭർത്താവിനെ കാണാൻ 10 വയസ്സിന്റെ താഴെയുള്ള 3 മക്കളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് പുതുവസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. 19 വയസ്സുകാരി വീടിന്റെ അകത്തിരുന്നിട്ട് ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുകയാ. ആ സമയത്താണ് മുത്തുനബി നടന്നു വരുന്നത്. ജൗഫർ തങ്ങളുടെ മക്കള് വിളിച്ചു പറഞ്ഞു, ഉമ്മാ, മുത്തുനബി വരുന്നുമ്മാ. അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. 3 മക്കളും ഇറങ്ങി ഓടി. ജൗഫർ തങ്ങളുടെ 3 മക്കളും ഇറങ്ങി ഓടി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തു. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ചിട്ട് മക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തുനബി 3 മക്കളെയും ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് മുത്തുനബിയുടെ പുറകിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പുറകിലെങ്ങാണ് ഞങ്ങളുടെ പൊന്നാര ഉപ്പ നിൽക്കുന്നുണ്ടോ? ഞങ്ങളുടെ വാപ്പ വന്നോ? 3 മക്കളും മുത്തുനബിയുടെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നോക്കുന്നു, ഞങ്ങളുടെ വാപ്പയുണ്ടോ? ഇത് കണ്ടപ്പോൾ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. 3 മക്കളെയും കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് റസൂലുള്ള കരയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബ. യതീമായ മക്കളെ കിട്ടിയപ്പോ സ്വഹാബികൾ മുഴുവനും കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. 19 വയസ്സുള്ള പെണ്ണീ രംഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണിനെല്ലാം മനസ്സിലായി. അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുഅ്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്തു പറ്റി നബിയേ? റസൂലുള്ള പറഞ്ഞു, അസുമാ, ജൗഫർ ഷഹീദായി അസുമാ. അല്ലാഹുവിന്റെ റസൂൽ 19 വയസ്സുള്ള പെണ്ണിനോട് പറയുമ്പോ ആ പെണ്ണ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നെഞ്ചത്തടിച്ചു വിളിച്ചു കൂവുകയാണോ? അല്ലാഹുവേ, ബോധം കെട്ട് വീഴുകയാണോ? എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോടു കൂടി നിൽക്കുമ്പോ 19 വയസ്സുള്ള പെണ്ണ് കണ്ണ് തുടച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കാര്യം അറിയണം നബിയേ. എനിക്കൊരേ ഒരു കാര്യമേ അറിയാനുള്ളൂ. 19 വയസ്സുള്ള ഒരു പെണ്ണ്, എന്റെ പ്രിയമുള്ള ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിന്നെ പോലെ ഒരു 19 വയസ്സുകാരി, 3 മക്കളുള്ള, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങളുള്ള ഈമാനുള്ള ഒരു പെണ്ണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ അവിടെന്ന് ചോദിച്ചു, എനിക്കൊരു കാര്യം അറിയണം നബിയേ. എന്റെ അസുമാ, എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എനിക്കതറിഞ്ഞാ മതി നബിയേ, എനിക്കതറിഞ്ഞാ മതി നബിയേ. എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ എന്തേ അങ്ങനെ ചോദിച്ചത്? നീ എന്തേ അങ്ങനെ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, മണിയറക്കകത്ത് എന്റെ മടിയിൽ കിടക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, അസുമാ, എനിക്കൊരാഗ്രഹമുണ്ട്, നീ ദുആ ചെയ്യണേ. അസുമാ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ ജൗഫറെ, ആഗ്രഹമെന്തേ?